ശരി, ഇപ്പൊ എന്താ അവിടെ പ്രശ്നം? ഞാൻ ആ 5 സുന്ദരിമാരുടെ റൂമിൽ കയറി. അവളുമാരെന്തോ മാജിക്ക് കാണിച്ച് പിന്നിൽ നിന്ന് അടിച്ചെന്നെ താഴെ ഇട്ടു. സൂക്ഷിക്കണേന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാ. അവളുമാർ എന്നെ അടിച്ചിട്ടിട്ട് അവളുമാർ എനിക്കെതിരെ പരാതി കൊടുത്തു. ആ വാർഡൻ എന്നെ കുറേ ചീത്തയും പറഞ്ഞു. എന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ ആ വാർഡനെ അടിച്ചാൻ താഴെ ഇട്ടെന്നെ. വാർഡനുമായിട്ട് പ്രശ്നം ഉണ്ടായ ത്രേസി അടുത്തേക്ക് പിന്നെ അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അവരെ അവിടെ കയറ്റിയതിന്റെ ഉദ്ദേശവും നടക്കാതെ പോകും. ഇതിലൊക്കെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാണ്? രുദ്രൻ സാർ റീന മാഡത്തിനെ വിളിച്ചൊന്ന് വിരട്ടണം. ആ സ്ത്രീ ഒരു പ്രത്യേക ടൈപ്പാണ്. അണ്ണാ, ഞാനൊന്ന് വിരട്ടി നിർത്തിയിട്ടുണ്ട്. ബാക്കി മന്ത്രിതലത്തിൽ അണ്ണനൊന്ന് ഇടപെട്ട് ഒന്ന് വിരട്ടി വിടണം. മന്ത്രിയുടെ എഴുത്തും കൊണ്ടല്ലേ ചേട്ടത്തി അവിടെ ജോലിക്ക് കയറിയത്. ആ ലെറ്റർ വെച്ചൊരു കളി കളിക്കണ്ണ. ആ ലെറ്റർ മന്ത്രി പോലും അറിയാതെ തട്ടിക്കൂട്ടിയതാണല്ലോ. അത് വെച്ച് ഇനി എന്ത് കളിക്കാനാ? പ്രശ്നമായല്ലോ. മന്ത്രിയെ കൊണ്ട് വിളിപ്പിച്ച് ആ വാർഡിനെ ഒന്ന് നിലയ്ക്ക് നിർത്തണം. എന്നാലേ എനിക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റൂ. അല്ലാത്ത പക്ഷം അവരെന്നെ അവിടുന്ന് പുറത്താക്കും. അല്ലെങ്കിൽ ഞാൻ അവർക്കിട്ട് 2 പൊട്ടിച്ചിട്ട് ഞാൻ പുറത്തു പോകും. അണ്ണാ, നമ്മുടെ കാര്യം നടക്കണമെങ്കിൽ ത്രേസി അടുത്ത് അവിടെ പിടിച്ചു നിർത്തിയേ പറ്റൂ. ആരവന് പിടികൂടുന്നത് വരെ ത്രേസി അടുത്ത് എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിർത്തണം. വേറെ ആള് വന്നാലേ അണ്ണന്റെ ഒരു പണി അവിടെ നടക്കൂല. അലിനെ നീ ഒന്ന് പുറത്തേക്ക്. ഞാനൊരു മിനിറ്റ് ത്രേസി ചേർത്തൊരു കാര്യം സംസാരിക്കട്ടെ. ത്രേസിജി, എന്റെ ശത്രുക്കളെ തീർക്കുന്നതിന് വേണ്ടി എങ്ങനെയെങ്കിലും ത്രേസിജി അവിടെ പിടിച്ചിരുന്നേ പറ്റൂ. പിന്നെ പറഞ്ഞേൽപ്പിച്ച ജോലി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം ചേച്ചി അവിടെ നിൽക്കേണ്ട കാര്യമില്ല. അവിടുത്തെ പണി കഴിഞ്ഞാൽ വേണ്ടേ ത്രേസി ചേച്ചിക്ക് ഞാൻ പിൻവാതിൽ നിയമനം വഴി ഒരു സർക്കാർ ജോലി വാങ്ങിച്ചു കയ്യിൽ തരും. ശരിയാണോ സാറേ? വേണ്ടേ രുദ്രന്റെ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാന്നറിയാലോ. പക്ഷെ എന്നെ സഹായിക്കണം. ആ വാർഡനെ ഒന്ന് ഒതുക്കി നിർത്തിയാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. അതിന് ഞാൻ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വളഞ്ഞ വഴി കൂടെ വാർഡന്റെ ചെറിയ മുന്നറിയിപ്പ് കൊടുത്തേക്കാം. അത് മതി സാറേ, അത് മതി, അത്രയും മതി. പിന്നെ ഒരു കാര്യം, ഹോസ്റ്റലിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പം എന്നെ അറിയിച്ചുകൊണ്ടിരിക്കണം. അക്കാര്യം ഞാൻ ഏറ്റു സാറേ. ശരി, വാ. സെറ്റാക്കിയോ? എല്ലാം സെറ്റാക്കി. ത്രേസ്യമ്മ ഇനി അവിടെ നിന്ന് പോവില്ല. വാടൻ തല്ലിക്കൊന്നാലും പോവില്ല. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ സാറേ? നിങ്ങൾ ധൈര്യമായിട്ട് വെക്കോ, ഞാൻ കൂടെ ഉണ്ട്. ആരതിയെ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ആ നമ്പർ അവളുടേതല്ലെന്നാ പറയുന്നത്. പ്രതീക്ഷ കൈവിടാതെ ഒന്നുകൂടെ വിളിച്ചോ. ഹലോ ഹലോ, ഇത് ആരതിയല്ലേ? ഞാൻ ആരതിയുടെ നമ്പരെന്ന് കരുതിയാ വിളിച്ചത്. നീ എന്നെ പലവട്ടം വിളിച്ചല്ലോ. ഞാൻ ആരതിയല്ലെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ വിളിക്കുന്നത്? ഞാനങ്ങ് വന്നാലുണ്ടല്ലോ, വെക്കടാ. ആരതിയാണെന്ന് കരുതി വിളിക്കുമ്പോഴെല്ലാം ഈ സ്ത്രീയാണ് ഫോൺ എടുക്കുന്നത്. ഇതിപ്പോ എത്രാമത്തെ സ്ത്രീയുടെ ചിത്തവിളിയാണോ കേൾക്കുന്നേ? ഫോൺ നമ്പർ തന്ന് ആരതി തന്നെ പറ്റിച്ചു അല്ലേ? ആരതി എന്ന നമ്പർ തെറ്റാണ് സാർ. ആരതിക്ക് തന്നെ നല്ല പോലെ മനസ്സിലായിട്ടുണ്ട്.